അപ്പൊ അവര് തേങ്ങ ഇടുകയല്ലെന്നാ പറയണതല്ലേ? അതെ. അപ്പൊ എന്ത് ചെയ്യും? അതാ ഞാനും ആലോചിക്കുന്നത്. മരക്കഴുതേ, അവന്റെ ഒരു ആലോചന. പിന്നെന്തിനാടാ എന്റെ ചോറും തിന്ന് കള്ളും കുടിച്ച് ഈ കുമ്പേം വെറുപ്പിച്ച് നടക്കുന്നത്? അല്ല മുതലാളി, കാര്യം നമ്മൾ വിചാരിക്കണ പോലല്ല. അവർക്കും ഉണ്ട് ഇപ്പോ യൂണിയൻ. മേപ്പുള്ളി കൊച്ചുവർക്കയുടെ അടുത്ത് യൂണിയനോ? പോയി പണി നോക്കാൻ പറടാ. ഇതിലും വലിയ യൂണിയൻ പൊളിച്ചിട്ടുള്ളവനാ കൊച്ചുവർക്കി. പിന്നല്ലേ 3-4 പേരുടെ യൂണിയൻ. കാര്യം 4-5 പേരേ ഉള്ളൂ എങ്കിലും ഒരു വാശിയില്ല. കൊച്ചുവർക്കിയോട് ഇറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ കാലുമേ തന്നെ വന്ന് വീഴും. അന്ന് തട്ടി വരെയറാ. ആരറിയാൻ വയ്യാത്ത യൂണിയൻ ആരാടാ? കണ്ടങ്കോരന്റെ മോൻ കുമാരനാ നേതാവ്. ഏത് തെങ്ങേന്ന് വീണിയാത്ത കണ്ടങ്കോരന്റെയോ? അതേ മുതലാളി. എന്നിട്ട് നീയൊക്കെ ഇത്രയും നാളും അവനെയൊക്കെ വെച്ച് പൊറപ്പിച്ചു അല്ലേ? അല്ല, മുതലാളി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറയണോടാ, നോക്കി കണ്ടങ്ങ് ചെയ്യണം. എന്തണ്ടേ? അനിയനിവിടെ പുതിയതാ അല്ലയോ? അതെ. ചോദ്യം കേട്ടപ്പോഴേ തോന്നി ഇതിവിടെ പതിവാ. വെട്ടുന്ന കൈകൊണ്ട് തന്നെ വെള്ളം കൊടുക്കും. അതാ കൊച്ചു വർക്കി. കുറച്ച് ദിവസം ഉണ്ടോ അവിടെ? ചിലപ്പോ. അപ്പൊ കുറെയൊക്കെ മനസ്സിലാവും. ഒരു ചായക്ക് കാശ് തരുമോ? ജോലി എടുത്ത് തന്നെ.